everyone and welcome back. I am ilhan. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വൈറൽ ഫീവർ ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വല്ലാതെ വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെയും വീഡിയോ ഇടാനായിട്ട് ഞാൻ വൈകിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതി. ഇപ്പം ഞാൻ അത്ര ഓക്കെ അല്ല, ഒരുവിധം ഒന്ന് ഓക്കെ ആയി വന്നതാണ്. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ വ്യൂസൊക്കെ നന്നായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി റെഗുലറായിട്ട് തന്നെ വീഡിയോ ഇടുന്ന ആണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറേ ചെടികൾ ഒക്കെ എന്താ പറയുക, മഴ മൂലവും പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെയൊക്കെ കുറേ നശിച്ചു പോയിരുന്നു. അപ്പോൾ ഉള്ള ചെടിയിൽ നിന്ന് കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് സെയിലിന് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ അധികം ചെടികളൊന്നും ഇല്ല ഇപ്പോൾ. എന്തായാലും അടുത്തൊരാഴ്ചത്തേക്ക് ഒരു സെയിൽ വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും സെയിൽ വീഡിയോ ഉണ്ടാകും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത്, എന്താ പ്ലാൻസ് ഒന്നും ഇല്ലേ, സെയിലില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ സെയിലിനുള്ള ചെടികൾ ഞാൻ സാധാരണ നട്ടുവയ്ക്കുന്നത് എന്താ പറയുക, ചകിരിച്ചോറും അതുപോലെ തന്നെ പെർലൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാൻ ചെടികൾ തൈകളും അതുപോലെ തന്നെ കട്ടിങ്സൊക്കെ നട്ടുവയ്ക്കുന്നത്. അതിൽ നട്ടുവയ്ക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. കാരണം അതിന് വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ ചകിരിച്ചോറുള്ളത് കൊണ്ട് തന്നെ ഈ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും അതിനകത്ത്. വെള്ളത്തിൻ്റെ നനവ് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ 2 ദിവസമൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിന് പ്രശ്നമൊന്നും വരില്ല. അതുപോലെ ഈ പെർലൈറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് വാർന്നു പോവുകയും ചെയ്യും. അതൊക്കെ കൊണ്ട് ഈ 2 സാധനം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തൈകളും ഒക്കെ നട്ടുവയ്ക്കുന്നത്. കട്ടിങ്സൊക്കെ ഇതിനകത്ത് നട്ടുവയ്ക്കും. ചിലപ്പോഴൊക്കെ ഞാൻ വെള്ളത്തിൽ വേര് പിടിപ്പിച്ചിട്ടും അങ്ങനെ നട്ടുവയ്ക്കാറുണ്ട്. ഇപ്പോൾ പല ചെടികളും പല രീതിയിലാണല്ലോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഈ പോട്ട് മിക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ചട്ടിയിലൊക്കെ, ചെറിയ ചട്ടിയിൽ നമ്മുടെ നഴ്സറി പോട്ട് അതിനകത്ത് ഒക്കെ നിറച്ചിട്ട് കുറച്ച് ചെടിയൊക്കെ നമുക്ക് മാറ്റി നടാനുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണെങ്കിൽ പോലും നമ്മൾ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാനായിട്ടൊരു മടിയായിരിക്കും. എനിക്കാണെങ്കിൽ പൊതുവേ ഇച്ചിരി മടി കൂടുതലുള്ള കൂട്ടത്തിൽ പെട്ട ആളാണ്. അപ്പം ഞാനിങ്ങനെ വയ്യാണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ, നമ്മുടെ ഗാർഡനിങ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സെയിൽ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ പോയി കാണും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. നിങ്ങളൊക്കെ കാണുന്ന വീഡിയോസൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും എന്താ പറയുക, ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് എൻ്റെ ആരോഗ്യം അതിനങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ വന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ചെടിയുടെ പേരെനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയായി ചെടി കാണാനായിട്ട്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി നടണം. ഇപ്പോൾ എല്ലാം കൂടെ ഒരു ചട്ടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരു ചെടിയാണ് അന്ന് നമുക്ക് പാക്ക് ചെയ്യാനുള്ളെങ്കിൽ പിന്നെ ബാക്കി ചെടി നമ്മൾ ആ ചട്ടിയിൽ നിന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോ ചട്ടികളിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ താഴെ ഒരു ബൾബുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. ആ ചെടിയുണ്ട്, അത് നമ്മൾ മാറ്റി നടാനുണ്ട്. അതേപോലെ നമുക്ക് അഗ്ലോണിമ ചെടിയാണ്. ഇത് നമുക്ക് പ്ലാന്റ് ഹണ്ടിങ്ങിലൂടെ കിട്ടിയ അഗ്ലോണിമയാണ്. ഇതിൻ്റെയും കുറച്ച് സെയിൽ ഞാൻ ചെയ്തിരുന്നു, തൈകൾ. അപ്പോൾ ഇതൊക്കെ മണ്ണിലേക്ക് നമ്മൾ അന്ന് നട്ടു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതുമെല്ലാം ഇങ്ങനെ വേറെ വേറെ ചെടികൾ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് പുതിയ തൈകളൊക്കെ പൊട്ടി മുളച്ചുണ്ടായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ പാത്രത്തിലേക്ക് മാറ്റി നടുകയാണ്. പിന്നെ ഇത് നമ്മുടെ മാർബിൾ പോത്തോസാണ്. ഇതിൻ്റെയൊക്കെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ കുറേ ചെടികൾ നമുക്ക് ഇപ്പം ഇങ്ങനെ എന്താ പറയുക, വളർന്ന് വലുതായി പോയി നിൽക്കുന്നുണ്ട്. മാറ്റി നടാനൊക്കെ ആയിട്ടും കട്ടിങ്സ് എടുത്ത് വെക്കാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടി എനിക്ക് നടക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്ന പോലെ കണ്ണെത്തെടുത്തുനിന്ന് കൈയെത്തുന്നില്ല, കൈയെത്തുന്നിടത്ത് എന്താ എത്തുന്നിടത്ത് കൈയെത്തുന്നില്ല എന്നൊക്കെ പറയാറില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാൻ കുറച്ചധികം ചെടികൾ നട്ടിവിടെ തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും സെയിലിന് റെഡി ആവില്ല. കുറച്ച് കഴിഞ്ഞാലാണ് ഈ ചെടികളൊക്കെ ഒന്ന് സെയിലിന് വേണ്ടിയിട്ട് റെഡി ആവുള്ളൂ. ആ സമയത്ത് ഞാനത് സെയിൽ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇതിൽ അഗ്ലോണിമയുണ്ട്, അതുപോലെ തന്നെ പെപ്രോമിയ പ്ലാന്റ്സിൻ്റെ, പെപ്രോമിയയുടെ 2 വെറൈറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ ഫിലോഡൻഡ്രൻ മൈക്കൻസ്, അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ അടുത്ത ആഴ്ചയിൽ നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ എന്തായാലും വരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയാവും എന്നറിയില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം.
അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി എന്തായാലും റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. എൻ്റെ സൗണ്ടിനും സംസാരത്തിനുമൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളതിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.